ഇന്ന് സൺഡേ എല്ലാവരും ചുമ്മാ ഇരിക്കുന്ന ദിവസമായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഗൈസ്. എനിക്കൊരു വലിയൊരു ടാസ്ക് തന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അതായത് ഈ റൂം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇനി തൊട്ട് ഈ റൂം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം അത്രയും സാധനങ്ങൾ ലോഡറാണ്. എന്തെങ്കിലും അനാവശ്യമായിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ട് വെളിയിൽ എറിയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റൂമിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ വൃത്തികേടാണുള്ളതെന്നുള്ളത്. സോ ഇവിടുന്ന് തന്നെ തുടങ്ങാം. എനിക്ക് വന്ന ബോക്സ്, വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, ടേബിൾ ആണെങ്കിലും ഐ മീൻ ചെയർ ആണെങ്കിലും ചെയർ പോലെയല്ല ഞാൻ വെച്ചേക്കണേ. ആൻഡ് ദെൻ ഈ സൈഡിലെ ടേബിൾ ഉണ്ടല്ലോ മൊത്തം വൃത്തികേടായി കിടക്കണം. എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മൊത്തം വാരിയിടും. അങ്ങനെ വലിച്ച് വാരിയിട്ടിരിക്കുക. പിന്നെ പറയേണ്ട ഇവിടെ വേറെ ചെയർ ഉണ്ട്, അതിൻ്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ എൻ്റെ എല്ലാ വൃത്തികേടായി കിടക്കുവാണ്. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവൃത്തികേടാണ്. ലൈക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും സാധനങ്ങൾ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വലിച്ചിടും. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഈ റൂമിൽ കയറത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം അധോഗതിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഒത്തിരി നാളായല്ലോ വ്ളോഗൊക്കെ എടുത്തിട്ട്. സോ എന്തായാലും എൻ്റെ റൂം വൃത്തിയാക്കൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വേണ്ടാത്ത ബോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കുറെ ഞാൻ കുപ്പ കൂട്ടി വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് കൊണ്ട് കളയാം. ഷൂവിന്റെ ബോക്സ് ആണെങ്കിലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ട് കളയാൻ വേണ്ടി പോവാണ്. പിന്നെ ക്യാമറ ഇങ്ങനെ കയ്യിൽ പിടിക്കാന്ന് പറയണ്ടല്ലോ, ഭയങ്കര വെയിറ്റ് ആണ്, കൈയൊക്കെ വേദനയാണ് എൻ്റെ പിന്നെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് ബാക്കി എനിക്ക് തോന്നുന്നു ഈ റൂമിൽ മാക്സിമം കാർഡ്ബോർഡ് ബോക്സ് കളഞ്ഞാൽ തന്നെ ഈ റൂം കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാര്യം അത്രയും വേണ്ടാത്ത ബോക്സ് ഉണ്ട്. എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. ഞാൻ താഴെ നിന്നാണ് പൊട്ടിച്ചിട്ട് എടുത്തിട്ട് വരിക സാധനങ്ങളൊക്കെ, പ്രോഡക്റ്റ്സ് ഒക്കെ. പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലുമൊക്കെ മേലെ കയറി വരും. താനെ വരുന്നതാണോ ഞാൻ കൊണ്ടുവരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഓക്കെ. മാക്സിമം കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ വേസ്റ്റ് ഒന്നുമില്ലത്. കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഈ റൂമിലെ ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് വയ്ക്കണം. എനിക്ക് വേണ്ടാത്തതായിട്ട് ഒരു സാധനമില്ല. എല്ലാ സാധനവും ആക്രി കച്ചവടക്കാരെ പോലെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടാവും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പണ്ട് തൊട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോഴും കൊണ്ടുവയ്ക്കും. ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ വേണ്ടാത്ത കുറേ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര വൃത്തിയിട്ട സ്വഭാവമാണ് ഗൈസ്. സോ എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും വൃത്തിയാക്കട്ടെ. അപ്പോഴേലും താഴെ നിന്ന് അമ്മയും അച്ഛനൊക്കെ വിളിക്കേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ എന്തായാലും കഴിക്കുന്നില്ല. ശ്രീ പോവും. ഹരി ഇവിടെ ഇല്ല. ഹരി കൂടുതലുള്ള അച്ഛൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വേണ്ടതും വേണ്ടാത്തതും തിരിച്ചു വെക്കട്ടെ ഗൈസ്. അമ്മേന്റെ കാലം. എടാ ക്യാമറന്റെ അടപ്പാടാന്ന് എറിഞ്ഞപ്പോ കൊല്ലുണ്ടായി ഞാൻ. എടാ ശ്രീ പൊട്ടുവേ. ഞാൻ പിന്നെ അവസാനം തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. എന്താ ശ്രീ, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇതൊക്കെ താഴെ വീണിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആകെ പൊട്ടിയിരിക്കുവാണ്. ചെരുപ്പൊക്കെ നമ്മൾ ബോക്സിലെടുത്ത് വെക്കുമ്പോഴേക്കും ഭയങ്കര സ്പേസ് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കവറിലെടുത്തിട്ട് വെക്കുമ്പോഴേക്കും ഈ ഒരു മെറ്റീരിയലിലോട്ടേക്ക് പൊടിയും പിടിക്കത്തില്ല, മര്യാദയ്ക്ക് ഇരുന്നോളൂ. നമുക്ക് വേണമെങ്കിൽ അലമാരയിൽ തന്നെ കൊണ്ടുവയ്ക്കാം. ഓക്കെ. ചെരുപ്പൊക്കെ ഞാൻ ഇതേപോലെ കവറിലാക്കി വെക്കാൻ വേണ്ടി പോവാണ്. സപ്പോസ് ഈ ഒരു ഫുഡ് വെയർ ഹോൾ കണ്ടിട്ടില്ല എങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാം അഫോർഡബിൾ ആണ്. അറൗണ്ട് 400 ഐ മീൻ 500 ബിലോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫുഡ് വെയർസ് ആണ്. ഇതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് കവറിനകത്താക്കിയിട്ട് ഇതേപോലെ അലമാരയ്ക്ക്. പിന്നെ അലമാര വൃത്തിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല കേട്ടോ. ഇതേപോലെ ചെരുപ്പൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് അലമാരയെ കൊണ്ട് വെച്ചിട്ട് വരാം. ഇനി ഞാൻ എവിടെ തുടങ്ങുമെന്ന് അറിയത്തില്ല. സാധാരണ മനുഷ്യന്മാർ ജനലമേലൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനുണ്ടല്ലോ എല്ലാ സാധനവും എടുത്തിട്ട് സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വയ്ക്കാം. നെയിൽ പോളിഷിന്റെ ഇത് വാട്ടർ ബോട്ടിൽ. ഇതിൽ വെള്ളമില്ല, കൊല്ലങ്ങളായി കൊണ്ടുവച്ചിട്ട്.
പിന്നെ ഇതൊക്കെ തീർന്നതാണ് കേട്ടോ, ഇതൊക്കെ കൊണ്ട് കളയണം. ഇനി ഈ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറെ കാലമായിട്ട് കാണാത്ത, അല്ലെങ്കിൽ ഞാൻ തപ്പിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് കിട്ടും. ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, താഴെ വീണു. കാറ്റ്, ഫാൻ കാറ്റ് കൊണ്ട് താഴെ വീണു. സോ ഇതൊക്കെ നമ്മുടെ DIY പൗഡേഴ്സൊക്കെയാണ്. അപ്പം അതിൻ്റെ അകത്തോട്ടേക്ക് ഇന്നും കുറെ അഡീഷണൽ ആയിട്ട് ജനലമിലൊക്കെ എടുത്ത് വെച്ചൊക്കെ എടുത്തിട്ട് മര്യാദയ്ക്ക് അടച്ചു വെക്കട്ടെ. എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ തുമ്മാൻ തുടങ്ങും. ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടോ, ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ കുത്തി വെച്ചിട്ടുള്ള 2 മെയിൻ ആൾക്കാരാണ്, ഹരിയും ശ്രീയും. പക്ഷേ എങ്കിൽ കാറ്റത്തൊക്കെ താഴെ വീണു. ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഷൻ ബോർഡ് ഞാൻ കുറച്ച് ദിവസമായിട്ട്, എനിക്കൊരു വിഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിഷൻ ബോർഡ് ശ്രദ്ധിക്കാറില്ല. എനിക്കറിയത്തില്ല എനിക്ക് എന്താ പറ്റുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് ഭയങ്കര മടി കയറി വരും. ആ മടിയാണ് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം. സോ ഈ ഒരു ബോക്സ് ഫില്ലായിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ, ഈ സൈഡിൽ ഞാൻ എനിക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള, അതായത് യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പം സപ്പോസ് ആർക്കെങ്കിലൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാമല്ലോ, ആർക്കെങ്കിലും യൂസ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം കോജിക് ആസിഡ് ഫേസ് സീറമാണ്. എല്ലാം നമ്മൾ ഒരു ടൈമിൽ തന്നെ യൂസ് ചെയ്യത്തില്ലല്ലോ. ഇതെന്തായിരുന്നു, ഇത് സാലിസിലിക് ആസിഡിൻ്റെ സീരം. ആൻഡ് ഇത് ഫേസ് ലൈറ്റനിങ് ഓയിൽ. ഇത് പ്ലമിൻ്റെ വൈറ്റമിൻ C സീരം. അങ്ങനെ കുറച്ച് ഹൈലറോണിക് സീരം, അങ്ങനെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഈ ഒരു ബോക്സിലുണ്ട്. ഇത് ഞാൻ സൈഡിൽ തന്നെ വെക്കാം. എന്തിനാണ് ഇങ്ങനെ ബോക്സിൽ തന്നെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെല്ലാം എൻ്റെ കണ്ണു മുമ്പിൽ കാണണം. ഇല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഇത് അലമാരയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ അലമാര തുറന്നിപ്പോൾ അവിടെ കർട്ടനിട്ടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എടുക്കുമ്പോഴേലും ഏറ്റവും എളുപ്പം ഇങ്ങനെ താഴെ ഇതേപോലെ നമുക്ക് ഒരുപാട് ബോക്സ് വരുമല്ലോ. അപ്പോൾ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ സീറമൊക്കെ ഒരു ബോക്സിൽ, പൗഡറൊക്കെ വേറെ ബോക്സിൽ, പിന്നെ അല്ലറ ചില്ലറ, അതായത് വീഡിയോസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വേറൊരു ബോക്സിൽ, അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാർ, എൻ്റെ കാർ, ഐ മീൻ ഞാൻ വാങ്ങിച്ച കാർ. സോ ഓൾമോസ്റ്റ് ഡണ്. ഇനി വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട കേട്ടോ. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണിത്. ഒരു ഹെയർ ഗ്രോത്ത് സീറമാണ്. റെഡൻസിൽ അനാഗെയിൻ അടങ്ങിയിരിക്കുന്ന ഒരു ഓയിലല്ല, ഒരു സീറമാണ്. നോർമലായിട്ട് യൂസ് ചെയ്താൽ മതി. സോ ഇതിൻ്റെ ഒരു റിവ്യൂ ഒന്ന് എടുക്കണം. ആൻഡ് ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമാണ്. തീർച്ചയായിട്ടും സപ്പോസ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് റൂം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു കൈ കിട്ടുന്ന സാധനത്തിന് ഒരു മിനി റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. വേണ്ട, നമുക്കിത് ഇവിടെ നിർത്താം. ഇവിടെ കറണ്ട് പോയി. ഇവിടെ മേലത്തെ ഒരു സീലിംഗ് ലൈറ്റ് മാത്രമേ കറണ്ട് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഐ മീൻ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമല്ല കേട്ടോ. കറണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് വരാം. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. സോ യാ, നമ്മളിതിനെ പറ്റിയല്ല സംസാരിച്ചുകൊണ്ടിരുന്ന. സപ്പോസ് നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര പെയിനൊക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പരുവത്തിൽ നമ്മൾ ചൂടുവെള്ളമൊക്കെ വെച്ച് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ പാച്ചസ് ആണ്. 3 ഈ ഒരു കവറിൽ വരുന്നത്. 399 അങ്ങാണ്ടാണ്. ആമസോണിൽ എനിക്ക് അറിയത്തില്ല എത്ര പ്രൈസ് എന്നുള്ളത്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ സാധനം. പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടുവെള്ളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇനി ഇതൊക്കെ എൻ്റെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെയാണ്. ഞാൻ അടുത്ത് തന്നെ ഷോർട്സിലോ എന്തിലെങ്കിലൊക്കെ ഞാൻ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. മിക്കപ്പോഴും ഷോർട്സ് തന്നെ ആയിരിക്കും. എനിക്ക് റിവ്യൂ പറയാൻ കുറച്ചും കൂടെ എളുപ്പം ഷോർട്സാണ്. പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോൾ വന്ന് ഷോർട്സിനും വ്യൂസ് ഇല്ല ഗൈസ്. യൂട്യൂബ് അൽഗോരിതം മാറ്റിയിട്ടുണ്ട്. ഇനി ബെഡിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാം. ഇത് എനിക്ക് വേണ്ടപ്പെട്ടൊരു സാധനം കാണുന്നില്ല ഗൈസ്. എനിക്കറിയത്തില്ല അതെവിടെയാണ് ഉള്ളതെന്നുള്ള. എന്താണ് എടുത്തിട്ട് പോകുന്നത്?
എന്തിനാ എന്നെ അറിയുന്നേ? ദുഷ്ടനവൻ. ഓക്കെ, ഇതെൻ്റെ വാച്ച് ഓടത്തില്ല. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം സമയം 3:48. അയ്യോ, ഫുഡ് അടിച്ചില്ല. അപ്പോൾ പോയി ഫുഡ് അടിക്കണം. അതിനുശേഷം ഒരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഞാൻ വിചാരിച്ച രീതിയിൽ വൃത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സമയമില്ല. ഇപ്പോൾ ഓൾറെഡി 4 മണിയായല്ലോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ എടുത്ത് അപ്പ് ചെയ്യാനുള്ള സമയം തന്നെ ഏകദേശം ഒരു 6-7 ആവും. അപ്പോൾ പിന്നെ ഇനി എനിക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ ബാക്കി എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാണിച്ചു തരാം. ഇപ്പം ഞാൻ പോയി ഫുഡ് അടിച്ചിട്ട് തരാം. ഓക്കെ, ലൈറ്റ് ആദ്യം ഓക്കെ. കമോൺ ഗൈസ്. അമ്മേ, ചോർ ഫോൺ എടുക്കണം അല്ലേ? അമ്മയ്ക്ക് ഫോൺ വേണം. ലൈക്ക് എൻ്റെ മാമൻ വരുന്നുണ്ട്. ഇന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. അപ്പം പിന്നെ അമ്മ വിളിച്ചു ചോദിക്കണം എന്നോട് കുറേ നേരമായി പറയുന്നത്. എൻ്റെ അടുത്ത് മറന്നുപോയി. എന്താ എനിക്കതാ ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ ഫുഡ് കഴിഞ്ഞ് 1 മണിക്കൂർ ഫോണും തോണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ എടുക്കാനുണ്ടെന്ന്. അതൊന്നും എന്തായാലും ഇന്ന് നടക്കത്തേ ഇല്ല. ടൈമൊക്കെ കഴിഞ്ഞു. ഞാൻ എന്തായാലും വൃത്തിയാക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു 6 o'clock അങ്ങനെയൊക്കെ ആകുമ്പോഴേലും ലൈവ് പോകാൻ. ഒത്തിരി നാളായി, എനിക്കൊന്ന് 2 മാസമായി ഒരു അവസാനമായിട്ട് ഒരു ലൈവ് ചെയ്ത് വെറുപ്പിച്ച് കളഞ്ഞു. ലൈക്ക് എനിക്ക് നോർമൽ ലൈവ് പോകാനായിരുന്നു ഇഷ്ടം. ഒരു ലാസ്റ്റ് കുറച്ച് ഒരു 2 ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എനിക്ക് ഭയങ്കര ടെൻഷനിലും പ്രഷറിലും ചെയ്തതാണ്. എനിക്ക് അങ്ങനെ ചെയ്യുന്നൊരു കാര്യം പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും എല്ലാ ഞായറാഴ്ചയും ഞാൻ ഒരു ഓൾമോസ്റ്റ് 6 to 6:30 ഒക്കെ ആകുമ്പോഴേലും ലൈവ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഏകദേശം നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് താഴെ കിടന്നിരിക്കണമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത്. മെയിനായിട്ട് ഈ ഒരു സ്പേസാണ് ഞാൻ യൂസ് ചെയ്യാം. പിന്നെ ബെഡിന് മേലുള്ള ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. ബുക്കൊക്കെ മാറ്റണം. ബുക്ക് ഞാൻ ടേബിളിൽ മേൽ കൊണ്ടാക്കണം. ഇനി കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റാനുണ്ട്. ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതലായിട്ട് കാണിക്കാൻ നിൽക്കണില്ല. സോ ഈ ഒരു കുട്ടി ക്ലീനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നും കുറച്ച് അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. എൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദനയാണ്. ക്യാമറ ഓടിച്ചിട്ട് എന്ത് വെയിറ്റാണ് എൻ്റെ പൊന്നേ. അപ്പോൾ എന്തായാലും ബൈ. ഇതുപോലെ വല്ല വീഡിയോസും വേണം, ടോപ്പിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ടാറ്റാ, ബൈ.